വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടേസ്റ്റി ട്രീറ്റ്സ് ബൈ ജെയസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മലബാർ ചിക്കൻ ബിരിയാണി. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം ഞാൻ ബിരിയാണി റൈസാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് 2 സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. ബിരിയാണി ഗാർണിഷ് ചെയ്യാനായിട്ട് നല്ല ബ്രൗൺ കളറിലുള്ള സവാള വേണം. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് തന്നെ ഈ നെയ്യിൽ വറുത്ത് കോരി എടുക്കുകയാണ്. നെയ്യിലൊരു 5 മിനിറ്റ് വഴറ്റുമ്പോൾ തന്നെ ഇത് നല്ല ബ്രൗൺ കളറിൽ ക്രിസ്പി ആയിട്ട് കിട്ടുന്നതാണ്. ഈ സവാള നമ്മൾ ഉപ്പ് ചേർക്കാതെയാണ് വഴറ്റിയെടുക്കുന്നത്. സവാള നല്ല ബ്രൗൺ കളറിലായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ഈ നെയ്യിൽ തന്നെ നമുക്ക് കാഷ്നട്ടും കിസ്മിസും കൂടി വറുത്ത് കോരിയെടുക്കാം. ഇനി ബിരിയാണിക്കുള്ള മസാലകൾ ഓരോന്നായി ആഡ് ചെയ്ത് തുടങ്ങാം. മസാലകളെല്ലാം ആഡ് ചെയ്തു. ഇനി കഴുകി വെച്ച ബിരിയാണി റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് 2 മിനിറ്റെങ്കിലും നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. ഇങ്ങനെ ചെയ്യാതെയും ബിരിയാണി റൈസ് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഞാനെപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ 2 മിനിറ്റ് വഴറ്റിയെടുക്കാറുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. വെള്ളത്തിൻ്റെ അളവൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും ഞാൻ പറയാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജീരകശാല റൈസാണ്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ വെള്ളം ചേർത്തിരിക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെക്കാം. റൈസായി വരുമ്പോഴേക്ക് ബിരിയാണിക്കുള്ള ചിക്കൻ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സവാള ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല ബ്രൗൺ നിറായി വരുന്നത് വരെ വഴറ്റിയെടുക്കണം. ഈ സവാള നമ്മൾ യൂസ് ചെയ്യുന്നത് ചിക്കനിലേക്കാണ്. ഈ സവാളയിൽ ഞാൻ കുറച്ച് സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. സവാള നല്ല ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി ഇതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സവാള ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചെറിയൊരു ബ്രൗൺ നിറാവുന്നത് വരെ സിമ്മിലിട്ടിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. സവാള നല്ല പച്ചമണമൊക്കെ പോയി ചെറിയ ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവ് ആവശ്യമുള്ള പോലെ പച്ചമുളകും തക്കാളിയും ആഡ് ചെയ്ത് കൊടുക്കാം. സിമ്മിലിട്ട് തന്നെ നല്ല വഴറ്റിയെടുക്കണം. കുറച്ച് ടൈം എടുക്കുമെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കളറായി വരുമ്പോൾ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, ആവശ്യത്തിന് ചിക്കൻ മസാല, മല്ലിപ്പൊടി, ഗരം മസാല ഇവയൊക്കെ ആഡ് ചെയ്ത് നന്നായി സോട്ട് ചെയ്തെടുക്കാം. ഈ സമയത്തൊന്നും നമ്മൾ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ആഡ് ചെയ്യുന്നില്ല കേട്ടോ. മസാലയൊക്കെ നല്ല സെറ്റായി വരുമ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ചിക്കൻ നമ്മൾ സെപ്പറേറ്റ് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
മസാലയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം വഴറ്റി വെച്ചിരിക്കുന്ന സവോളയാണ്. സവോള ആഡ് ചെയ്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി മസാലയിൽ ആഡ് ചെയ്യാനുള്ള ചിക്കനാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ വെക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിക്കന് വളരെ കുറച്ച് വെള്ളം മതി. ഇപ്പോൾ ഇതാ ഞാൻ 3 വിസിലാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ വെന്ത വെള്ളം കൂടി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് 2 മിനിറ്റ് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. മസാലയൊക്കെ നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മല്ലിയില കൂടി ആഡ് ചെയ്ത് നമുക്ക് വാങ്ങി വെക്കാം. ഇനി ബിരിയാണി നമുക്ക് മസാലയൊക്കെ ഇട്ട് സെറ്റാക്കി എടുക്കാം. ഇതിനായിട്ട് ഒരു പാത്രത്തിൽ ആദ്യത്തെ ലെയർ റൈസ് ഇട്ട് അതിലേക്ക് മല്ലിയിലയും നെയ്യിൽ വറുത്ത് വെച്ച സവാള കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് ലെയറായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ കൂടി റൈസ് ഇട്ട് കൊടുക്കാം. ഏറ്റവും ടോപ്പിലായിട്ട് കുറച്ച് മല്ലിയിലയും വറുത്ത് വെച്ചിരിക്കുന്ന സവാള, കിസ്മിസ്, കാഷ്നട്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് അരമണിക്കൂർ കഴിഞ്ഞ് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചിക്കൻ കറി അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. വറുത്തരച്ച നാടൻ കോഴിക്കറി. വൃത്തിയാക്കിയ ചിക്കനിലേക്ക് അമ്മ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലയും ചേർത്തിട്ടുണ്ട്. ഉപ്പ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഇപ്പം ചേർത്തിരിക്കുന്നത് അല്പം നാരങ്ങ നീരാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഇത് ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിന് പച്ചമുളക്, തക്കാളി എല്ലാം ആഡ് ചെയ്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ അടുപ്പിലേക്ക് കയറ്റാം. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ കറി ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ വറുത്തരച്ച തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വറുത്തരച്ച തേങ്ങ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തു.
ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചിക്കൻ കറി ഒന്നുകൂടി തിളച്ചതിന് ശേഷം വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയുള്ളി വഴറ്റിയെടുത്ത് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കുന്നുണ്ട്. വഴറ്റിയെടുത്ത ചെറിയുള്ളി നമുക്ക് ചിക്കൻ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് അമ്മ സ്പെഷ്യൽ വറുത്തരച്ച നാടൻ കോഴിക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.